കോട്ടയം മറിയപ്പള്ളിയിലാണ് ഈ സംഭവം. ഒരു വീടിന്റെ മതിൽ കെട്ടാനുള്ള ശ്രമത്തിൽ ഈ മാനം മാന്തുന്ന പറയില്ല, അത് മാന്തുമ്പോഴാണ് അപകടമുണ്ടാകുന്നത്. ഒരു കുഴി ഇറങ്ങി വെള്ളം വെക്കുന്ന 24 വയസ്സുള്ള കൽക്കത്ത സ്വദേശി സുശാന്താണ് മണ്ണിനടിയിൽ. തലയും ഒരു കൈയും മാത്രമാണ് മണ്ണിന് പുറത്തുള്ളത്. ബാക്കി ഉടൽ അത്രയും മണ്ണിനടിയിലാണ്. മണ്ണിനടിയിൽ എന്ന് പറഞ്ഞാൽ മണ്ണ് നല്ല ഉറച്ച മണ്ണാണ്. അതുകൊണ്ട് തന്നെയാണ് മണ്ണ് മാറ്റി അല്ലെങ്കിൽ ഉടലാകെയുള്ള മണ്ണ് മാറ്റി പുറത്തെടുക്കാനുള്ള കാലതാമസം ഉണ്ടാവുന്നത്. മാത്രമല്ല സുശാന്ത് സമയമായി മണ്ണിനടിയിലായതുകൊണ്ട് തന്നെ തനിയെ കയറി വരാനുള്ള ആരോഗ്യം തൽക്കാലം സുശാന്തിനില്ല എന്നറിയാൻ കഴിയുന്നു. തീവ്രമായി തന്നെ ആ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. JCB അടക്കം കൊണ്ടുവന്ന് അതിന് മുകളിൽ പലകയൊക്കെ ഇട്ട് വീണ്ടും മണ്ണ് വീഴാതെ പലകയൊക്കെ ഇട്ട് കൃത്യമായ മുന്നൊരുക്കങ്ങളോട് കൂടി തന്നെയാണ് പുരോഗമിക്കുന്നത്. ഹാഷ്മി, നിലവിൽ ഈ കമ്പ് കൊണ്ട് കുത്തി 2 ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണ് അവിടെ ഉള്ളത്. അവർ കമ്പി കൊണ്ട് കുത്തി ഈ മണ്ണ് മാറ്റാനുള്ള ശ്രമം നടക്കുന്നു. ഒപ്പം തന്നെ ഈ രക്ഷാപ്രവർത്തനം നടത്തുന്ന അതേ ഘട്ടത്തിൽ തന്നെ വീണ്ടും മണ്ണിടിയുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഈ മണ്ണ് രക്ഷാപ്രവർത്തനത്തിനിടയിലും ചെറുതായിട്ട് തന്നെ ഇടിഞ്ഞു പോകുന്നുണ്ട്. നിലവിൽ ഈ സ്ഥലത്ത് നിർമ്മാണ പ്രവർത്തനം, അതായത് ഈ വീടിൻ്റെ മതിൽ കെട്ടാനുള്ള മാനം വെട്ടുന്നതിനിടയിലാണ് ഇത്തരത്തിൽ മണ്ണിടിഞ്ഞു പോയത്. 2 തവണയാണ് ഇത്തരത്തിൽ മണ്ണിടിഞ്ഞ് അപകടമുണ്ടായത്. ആദ്യഘട്ടത്തിൽ കാല് മാത്രമായിരുന്നു മണ്ണിനടിയിൽ ഉണ്ടായിരുന്നെങ്കിൽ പിന്നീട് രണ്ടാമത് ഇയാളെ ഉയർത്തുന്ന ഘട്ടത്തിലാണ് വീണ്ടും മണ്ണുയർന്നു വീഴുന്നത്. 4 തൊഴിലാളികളാണ് ഇവിടെ രാവിലെ 8:30 മുതൽ പണിക്കെത്തിയിരുന്നത്. ഈ 4 പേരിൽ 3 പേരുടെയും മേത്ത് മണ്ണ് വീണെങ്കിൽ അവർക്ക് അനായാസം പുറത്തേക്ക് വരാൻ സാധിച്ചിരുന്നു. പക്ഷേ 24-കാരനായിട്ടുള്ള കൽക്കട്ട സ്വദേശി സുശാന്തിന് മാത്രമാണ് മണ്ണിനടിയിൽ പെട്ടുപോയത്. ഇയാളെ രക്ഷിക്കാനുള്ള വളരെ ശ്രമകരമായിട്ടുള്ള നടപടികളാണ് നിലവിൽ ഈ കോട്ടയം മറിയപ്പള്ളിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഈ കമ്പി കൊണ്ട് കുത്തി ഈ മണ്ണ് മാറ്റാനുള്ള നീക്കമാണ് നടത്തുന്നത്. കാരണം JCB കൊണ്ട് അത് മാറ്റിയാൽ ശരീരത്തിൽ അടക്കം പരിക്കേൽക്കുന്നത് കൊണ്ടാണ് JCB കൊണ്ട് ഇനി മണ്ണ് മാറ്റാതെ കൈകൊണ്ട് തന്നെ ഈ കമ്പി കൊണ്ട് കുത്തി അത് സാവകാശം അതിൻ്റെ രീതിയിൽ തന്നെ കുത്തി ഇത് പുറത്തേക്ക് ഈ സുശാന്തിനെ മണ്ണിൽ നിന്ന് മാറ്റി പൂർണ്ണമായി പുറത്തേക്ക് എടുക്കാനുള്ള നടപടികൾ ആരംഭിക്കുന്നത്. എന്താണെങ്കിലും അല്പനിമിഷങ്ങൾക്കകം തന്നെ സുശാന്തിനെ പുറത്തേക്കെടുക്കാൻ സാധിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കമ്പി കൊണ്ട് കുത്തി മാറ്റി അദ്ദേഹത്തെ പൂർണ്ണമായും എടുക്കണം. ഒപ്പം തന്നെ മറ്റ് ഭാഗത്തെ മണ്ണിടിയാതെ നോക്കണം. നമുക്ക് വെറുതെ JCB കൊണ്ടോ മൺവെട്ടി കൊണ്ടോ കാരണം ഈ പ്രേക്ഷകർക്കും ചില സംശയം തോന്നിയേക്കാം. നമുക്ക് മൺവെട്ടി കൊണ്ടോ JCB കൊണ്ടോ പൂർണ്ണമായും ഇത് മാറ്റി ഇയാളെ പുറത്തെടുത്തു കൂടെ എന്നൊരു സംശയം ചിലപ്പോൾ ഉണ്ടായേക്കാം. പക്ഷെ അങ്ങനെ ഇതിൽ സാധിക്കുകയില്ല. കാരണം ഈ മറ്റ് ഭാഗത്തുള്ള മണ്ണ് കൂടി ഇടിഞ്ഞു വീഴാനുള്ള ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് അങ്ങനെയുള്ളൊരു ഇത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വളരെ സാവകാശത്തിൽ തന്നെ കമ്പി കുത്തിക്കൊണ്ട് ഇത് മണ്ണ് മാറ്റി അദ്ദേഹത്തെ പുറത്തെടുക്കാനുള്ള ചില നീക്കങ്ങൾ നടക്കുന്നത്. എന്തായാലും വായിലൊരു ട്യൂബൊക്കെ വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഇപ്പോൾ ഓക്സിജൻ ലഭ്യതയ്ക്ക് പ്രശ്നമുണ്ടോ മനീഷ? അയാൾ വായിലൊരു ട്യൂബ് കടിച്ചു പിടിക്കുന്നത് കാണുന്നുണ്ട് ദൃശ്യങ്ങളിൽ. ഹാഷ്മി, ഇവിടെ ഞാൻ നിൽക്കുന്നത് ഇതിൻ്റെ അടുത്ത് തന്നെയാണ്. പക്ഷേ ഈ വായിൽ ട്യൂബ് അടക്കമുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നില്ല. കാരണം നമുക്ക് തന്നെ ഇവിടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനും പോലീസ് ഉദ്യോഗസ്ഥനും അധികം അടുത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ മണ്ണ് വീണ്ടും ഇടിയാനുള്ള സാഹചര്യമുണ്ട്. അത് രക്ഷാപ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കും. എന്താണെങ്കിലും ഈ അല്പനിമിഷങ്ങൾക്കകം തന്നെ ഈ സുശാന്തിനെ പുറത്തേക്കെടുക്കാൻ സാധിക്കും. 100% അത് അയാളെ രക്ഷപ്പെടുത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് ഇവിടെയുള്ള ഉദ്യോഗസ്ഥർ പറയുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളരെ ശ്രദ്ധാപൂർവം സാവകാശമാണ് മണ്ണ് മാറ്റുന്നത്. കാരണം മറ്റ് മുകളിൽ നിലവിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന പോലീസ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ മുകളിൽ 2 ആൾ പൊക്കത്തോളം മുകളിൽ മണ്ണ് ഉയർന്നു നിൽക്കുന്നുണ്ട്. അതായത് ആ മണ്ണ് കൂടി അവിടെ നിന്നാണ് നേരത്തെ മണ്ണ് വീണത്. അതുകൊണ്ട് തന്നെ വീണ്ടും മണ്ണിടിയാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടാണ് വളരെ സാവകാശം കമ്പി കൊണ്ട് കുത്തിയെടുക്കുന്നത്. അതിനെ ഇത്തരത്തിൽ മണ്ണിടിഞ്ഞ് വീണാലും ഇവർക്കൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് നേരത്തെ പലക പോലുള്ള ബെഞ്ച് നേരത്തെ ഉയർത്തി മണ്ണിടിഞ്ഞ് വീണാലും ഇയാളുടെ മുഖത്തേക്കോ മേത്തേക്കോ വീഴാത്ത രീതിയിലേക്ക് അത് മാറ്റിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ആദ്യം രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് മുൻപ് ഇനിയും മണ്ണിടിഞ്ഞ് വീണാൽ അപകടമുണ്ടാകാതിരിക്കാനുള്ള നീക്കങ്ങളായിരുന്നു ആദ്യം നടത്തിയത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ബെഞ്ച് ഉയർത്തി വെച്ച് മണ്ണ് മാറ്റിയത്. നിലവിൽ നമുക്ക് സുശാന്തിനെ അല്പം കൂടി കാണാൻ സാധിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മുഖവും ഉടലും അടക്കം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ അരഭാഗം തൊട്ട് മുകളിലോട്ടാണ് ഉയർത്തേണ്ടതുള്ളത്. അത് JCB കൊണ്ട് മാറ്റാനുള്ള ചില നീക്കങ്ങളാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഈ ദൃശ്യങ്ങളടക്കം പകർത്തുന്നതിന് നമുക്ക്
നല്ല ക്ഷീണിതനാണ്. ഇനിയിപ്പോൾ കാൽഭാഗത്തിന് താഴെ, അതായത് നിലവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അരയ്ക്ക് മുകളിലോട്ട് സുശാന്തിനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അരയ്ക്ക് താഴോട്ടുള്ള ഭാഗമാണ് മണ്ണിനടിയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കാലിൻ്റെ താഴെയുള്ള ഭാഗത്തെ മണ്ണ് മാറ്റിയാൽ സുശാന്തിന് രക്ഷപ്പെടാൻ, സുശാന്തിൻ്റെ പൂർണ്ണമായും മണ്ണിൽ നിന്നും ഒരു മോചനം ലഭിക്കും. അതുകൊണ്ട് തന്നെ കാലിൻ്റെ താഴെയുള്ള മണ്ണാണ് എടുക്കുന്നത്. നിലവിൽ നമുക്ക് അരയ്ക്ക് മുകളിലോട്ടുള്ള ഭാഗത്ത് സുശാന്തിനെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ അരയ്ക്ക് താഴേക്ക് മണ്ണിൽ കൊണ്ടുപോയ ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ മണ്ണുമാന്തി ഉപയോഗിച്ച് ഈ അരയ്ക്ക് താഴെ അതുകൊണ്ട് വലിച്ചാൽ ശരീരത്തിൽ മുറിവേൽക്കുന്നത് കൊണ്ടാണ് കാലിന് താഴെ, അതായത് കാൽപ്പത്തിക്ക് താഴെയുള്ള മണ്ണ് മാറ്റുന്നത്. ഒപ്പം തന്നെ മറ്റു മുകളിൽ നിന്നും മണ്ണ് താഴേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയുള്ള വലിയ രീതിയിലുള്ള പ്രതിരോധ രീതി ആദ്യം തന്നെ അവലംബിച്ചിരുന്നു. വലിയ രീതിയിൽ അത് അവലംബിച്ചതുകൊണ്ട് തന്നെയാണ് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ, ആദ്യ മണിക്കൂറുകളിൽ തന്നെ സുശാന്തിനെ രക്ഷിക്കാൻ ഉള്ള ഒരു സാഹചര്യത്തിൽ ഒരു നടപടിയിലേക്ക് എത്തിയിട്ടുള്ളത്. എന്താണെങ്കിലും ഏകദേശം സുശാന്തിനെ പൂർണ്ണമായും രക്ഷിക്കാൻ മണ്ണടിയിൽ നിന്നും രക്ഷിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിലും അദ്ദേഹം പൂർണ്ണമായി 100% പുറത്തെടുക്കാൻ സാധിക്കുമെന്നുള്ളൊരു ആണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അയ്യോ, എന്തായാലും വലിയ തോതിലെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. പാവം നല്ല ക്ഷീണിതനാണ്. മുഖം നമ്മൾ നേരത്തെ കണ്ടിരുന്നു. പക്ഷേ നേരത്തെ ഒരു കാലും കയ്യും തലയും മാത്രമാണ് മണ്ണിന് പുറത്തെങ്കിൽ ഇപ്പോൾ ചെറിയ പാര കൊണ്ടോ കമ്പി കൊണ്ടോ ഒക്കെ കുത്തി സുശാന്തിന്റെ ദേഹത്തെ ഉടലെ മണ്ണ് പതുക്കെ മാറ്റുകയാണ്. പിന്നീട് കാൽഭാഗത്തിന് താഴെയുള്ള മണ്ണ് JCB കൊണ്ട് മാറ്റുന്നു. അങ്ങനെ അല്പസമയത്തിനകം സുശാന്തിന്റെ മണ്ണിൽ നിന്ന് പുറത്തേക്കെടുക്കാൻ കഴിയും എന്നതാണ് നമുക്ക് കരുതാൻ കഴിയുന്നത്. മനീഷ് തുടർന്ന്. മനീഷ്, ഇത് ഈ കുഴിയിലേക്ക് മണ്ണ് വീഴുന്നതല്ലേ? അപ്പോൾ ഇളകിക്കിടന്ന മണ്ണ് വീഴുമ്പോൾ അത്രയ്ക്ക് ഉറച്ചു പോകുന്നത് എങ്ങനെയാണ് മനീഷ്? മഴ പെയ്തുകൊണ്ട് മറ്റോ ആണോ? ഹാഷ്മി, അതായത് ദിവസങ്ങളായി മഴ പെയ്തുകൊണ്ട് തന്നെ മണ്ണിന് കൂടുതൽ ബലമുണ്ടാകും. ഈ മഴ പെയ്യാത്ത സമയത്ത് മണ്ണ് പോലല്ലോ, മഴ പെയ്യുന്ന സമയത്ത് അത്രത്തോളം ഭാരം ആ മണ്ണിനുണ്ടാകും. അതുപോലെ തന്നെ ഈ വീട്, നമുക്ക് ഈ ക്യാമറ വീടെന്ന് കാണിച്ചു, ഈ വീടിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടാണ് ഇവരൊരു മാനം വെട്ടി ഇവിടെ ഒരു മതിൽ, ഈ വീട് താഴേക്ക് ഇടിഞ്ഞു പോകുക. അതായത് വീടിന്റെ താഴെ ഒരു താഴ്ചയാണ്, വീട് നിൽക്കുന്ന ഒരു പൊക്കത്തിലാണ്. അതുകൊണ്ട് തന്നെ വീടിന്റെ പറമ്പിനൊക്കെ സുരക്ഷിതമായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഫൗണ്ടേഷൻ കെട്ടാൻ വേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ ആ ഫൗണ്ടേഷന് വലിയ മാനം വേണം. അതുകൊണ്ട് ആ മാനം വെട്ടാൻ വേണ്ടിയിട്ടാണ് കുഴിയെടുത്തത്. പാറയടക്കമൊക്കെ നീക്കം ചെയ്തിട്ടാണ് അവിടെ കുഴിയെടുത്ത് പിന്നീട് അവിടെ കോൺക്രീറ്റ് മതിൽ സ്ഥാപിച്ച് ആ വീടിന് അത്രത്തോളം ഒരു സുരക്ഷ ഒരുക്കാനുള്ള ഒരു നടപടിയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ വേണ്ട വിധത്തിലുള്ള പഠനം നടത്തുക എന്നുള്ള കാര്യം വ്യക്തമാണ്. കാരണം ഇത് ഈ വീടിന് തൊട്ട് മുകളിൽ താഴെ ഉണ്ടായിരുന്ന ഈ കല്ലടക്കം മാറ്റുമ്പോൾ മണ്ണ് ഇടിഞ്ഞ് സ്വാഭാവികമായും വീഴാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇതര സംസ്ഥാന തൊഴിലാളികളായിരുന്നു 4 പേരും. ഇവരെ ഏത് രീതിയിലാണ് ഈ ഒരു പ്ലാനിങ് നടത്തിയതെന്ന് അറിയില്ല. പക്ഷേ എന്താണെങ്കിലും അപകടകരമായ രീതിയിൽ തന്നെയാണ് ഇവർ ഈ മണ്ണ് വെട്ടിയതെന്ന് മനസ്സിലാകുന്നുണ്ട്. കാരണം തൊട്ടുമുകളിൽ 2 ആൾ പൊക്കത്തിലടക്കം മണ്ണുള്ള ഒരു സ്ഥലത്ത് നിന്നും മാനം വെട്ടുന്ന രീതിയിലേക്കാണ് ഇവർ പോയത്. 3 പേർ അനായാസം രക്ഷപ്പെട്ടിരുന്നു. 24-കാരൻ സുശാന്താണ് മണ്ണിനടിയിൽ പെട്ടുപോയത്. ആദ്യം കാലായിരുന്നു മണ്ണിനടിയിൽ പെട്ടതെങ്കിൽ രണ്ടാമത് മണ്ണിടിഞ്ഞതോടുകൂടിയാണ് തലയും ഒരു കൈയും ഒഴിച്ചുള്ള ഭാഗം മുഴുവനായി മണ്ണിനടിയിൽ പെട്ടത്. നിലവിൽ ഈ ഏകദേശം 1 മണിക്കൂർ പിന്നിടുകയാണ്. സുശാന്ത് അത്യാവശ്യം നല്ല ക്ഷീണിതനുമാണ്. ഇപ്പോൾ ദീർഘസമയമായി സുശാന്ത് മണ്ണിനടിയിൽ തന്നെയാണുള്ളത്. രക്ഷാപ്രവർത്തനം വളരെ ഊർജിതമായി കാര്യക്ഷമമായി തന്നെ പുരോഗമിക്കുകയാണ്. ആദ്യം എനിക്ക് തോന്നുന്നു രക്ഷാപ്രവർത്തനങ്ങൾക്ക് ചെറിയൊരു അമ്പരപ്പുണ്ടായിരുന്നുവെങ്കിലും പിന്നീട് അമ്പരന്മാർ വളരെ പെട്ടെന്ന് രക്ഷിച്ചെടുക്കുന്നതിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ആദ്യം ചെയ്ത് ഈ മണ്ണിന് മുകളിൽ കൂടുതൽ മണ്ണിടിഞ്ഞ് വീഴാതിരിക്കാൻ പലകയൊക്കെ ഇട്ടൊരു സുരക്ഷിതമായി സുശാന്തിന്റെ തല മാത്രം പുറത്തുണ്ടായിരുന്ന സാഹചര്യം തലയിലേക്ക് മണ്ണ് എന്തായാലും വീഴരുന്ന് ഉറപ്പുവരുത്തുന്നു ആദ്യം. അതിനുശേഷം JCB കൊണ്ട് മണ്ണ് മാറ്റം നോക്കി അത് കൂടുതൽ മണ്ണിടിയാൻ കാരണമാകുമോ എന്ന ആശങ്കയിൽ രക്ഷാപ്രവർത്തകർ അങ്ങോട്ടേക്ക് ഇറങ്ങി കയ്യിലുള്ള കമ്പി കൊണ്ട് മണ്ണ് കുത്തി സുശാന്തിന്റെ ദേഹത്തുള്ള മണ്ണ് ഏതാണ്ട് ബഹുഭൂരിപക്ഷം മാറ്റി കുറച്ച് മണ്ണ് JCB കൊണ്ട് മാറ്റി. അല്പസമയത്തിനകം സുശാന്തിനെ എന്തായാലും പുറത്തെടുക്കാൻ കഴിയും എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ കുറേ നേരമായി കാണുന്നതാണ്. രക്ഷാപ്രവർത്തനം അതിതീവ്രമായി തന്നെയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. മനീഷ് മഹിമാൽ തുടരുന്നുണ്ട്. മനീഷ്, അല്പസമയത്തിനകം തന്നെ സുശാന്ത് പുറത്തേക്ക് വരും എന്ന് കരുതിക്കൂടെ? അല്പസമയത്തിനകം തന്നെ സുശാന്തിനെ പുറത്തെടുക്കാൻ സാധിക്കുമെന്ന വളരെ ആശ്വാസകരമായ വാർത്ത കൂടിയാണ് നമുക്ക് പുറത്തേക്ക് പങ്കുവയ്ക്കാനുള്ളത്. അരയ്ക്ക് താഴോട്ടുള്ള മണ്ണിന്റെ ഭാഗം മാത്രമാണ് എടുക്കാനുള്ളത്. കാരണം ആദ്യഘട്ടത്തിലാണ് അരയ്ക്ക് താഴേക്കുള്ള ഭാഗം മണ്ണിലേക്ക് കൊണ്ടുപോയത്. ഈ നിൽക്കുന്ന, അതായത് ആ ഒരു പ്രതലം ഈ നിലവിൽ എവിടെയാണോ കാറ്റുന്നത് അത്രയും ആഴത്തിലായിരുന്നു. വീടിന്റെ മതിൽ നിർമ്മാണ ജോലിക്കിടയിലാണ് മണ്ണിടിഞ്ഞ് ഒരാൾ കോട്ടയം മറിയപ്പള്ളിയിൽ മണ്ണിനടിയിൽപ്പെട്ടത്. മാനം എന്ന് പറയുന്നത് ഒരു
ഒരു കരിങ്കൽ ഭിത്ത് പോലെ നിർമ്മിക്കാൻ വലിയ ആഴത്തിൽ കുഴിയെടുക്കുകയായിരുന്നു. അത് മഴ പെയ്ത സ്ഥലത്ത്, മണ്ണ് ഇത്രത്തോളം ലൂസായി കിടക്കുന്ന സ്ഥലത്ത് അത്ര വലിയ കുഴിയെടുക്കൽ അശാസ്ത്രീയമാണെന്ന കാര്യം ആരും പറഞ്ഞു കൊടുക്കേണ്ടതില്ല. പിന്നെ അതിപ്പോൾ പറയേണ്ട കാര്യവുമല്ല, പിന്നീട് പരിശോധിക്കേണ്ടതാണ് ആരാണ് അത്തരം നിർദ്ദേശം നൽകിയത് എന്നൊക്കെയുള്ള കാര്യം. എന്തായാലും ഇപ്പോഴത്തെ പരിഗണന സുശാന്തിനെ മണ്ണിനടിയിൽ നിന്ന് പുറത്തേക്ക് എടുക്കുക എന്നുള്ളതാണ്. രക്ഷാപ്രവർത്തനം സജീവമായി തന്നെ തുടരുന്നു. കൽക്കത്ത സ്വദേശിയാണ്, 24-കാരനാണ് സുശാന്ത്. മണ്ണിനടിയിൽ ദീർഘസമയമായി കുടുങ്ങി നിൽക്കുന്നതുകൊണ്ട് തന്നെ ക്ഷീണിതനാണ് സുശാന്തിനെ കയറിൽ കെട്ടി മുകളിലേക്ക് ഉയർത്താനായിരുന്നു ആദ്യ ശ്രമം. പക്ഷേ ഈ ദുർബലനായതുകൊണ്ട് തന്നെ അതിനുള്ളൊരു എഫർട്ട് എടുക്കാൻ സുശാന്തിന് കഴിയുന്നില്ല എന്ന കൃത്യമായ ബോധ്യത്തിലാണ് സുശാന്തിൻ്റെ ദേഹത്തു നിന്ന് മണ്ണ് മാറ്റി പുറത്തേക്ക് എടുക്കുക എന്ന ഒരു സ്ട്രാറ്റജിയിലേക്ക് രക്ഷാപ്രവർത്തകർ എത്തി. ഇപ്പോൾ അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ നമ്മളൊരു തലയും ഒരു കൈയും മാത്രമേ പുറത്ത് കാണാൻ കഴിയുമായിരുന്നുള്ളൂ. ഇപ്പോൾ ഏതാണ്ട് മുക്കാലും സുശാന്തിനെ പുറത്ത് കാണാം. അല്പസമയം കാലിലെ മണ്ണ് ഒക്കെ, മുട്ടിന് താഴെയുള്ള മണ്ണാണ് ഒക്കെ ഇനി മാറ്റാനുള്ളത്. അത് അല്പസമയത്തിനകം മാറ്റി പുറത്തേക്ക് എടുക്കാൻ കഴിയും എന്ന് കരുതുന്നു. മനീഷ് മഹിവാൽ ചേരുന്നു. മനീഷ്, ഈ മണ്ണ് വല്ലാതെ ഉറച്ചുപോയി എന്നുള്ളത് അല്ലേ ഈ രക്ഷാപ്രവർത്തനം ഇത്രത്തോളം ദുഷ്കരമാക്കിയത്? എന്തായാലും അത് ശുഭപര്യവസായ ആവാൻ പോകുന്നുവെങ്കിലും മനീഷ്. അതെ. നിലവിൽ ഈ സുശാന്ത്, അതായത് നിലവിൽ മണ്ണിനടിയിൽപ്പെട്ട് കിടക്കുന്ന സുശാന്ത് എവിടെയാണോ അദ്ദേഹത്തിന്റെ കാലുള്ളത് അത്രയും ആഴത്തിലായിരുന്നു ഈ കുഴി വെട്ടിയത്. അതുകൊണ്ട് തന്നെ ഈ ആഴത്തിൽ കുഴി വെട്ടിയ ആ ഭാഗത്ത് ആദ്യം തന്നെ മുട്ടിന് താഴേക്കായിരുന്നു മണ്ണ് വീണത്. അതിന് മുകളിലേക്കാണ് വീണ്ടും മണ്ണ് വീണത്. അതുകൊണ്ട് തന്നെ 2 തവണ ഈ മണ്ണ് വീണ ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മണ്ണ് കൂടുതൽ ഉറച്ചുപോയി. മുകളിലത്തെ മണ്ണ് ആദ്യം തന്നെ JCB ഉപയോഗിച്ചോ അല്ലെങ്കിൽ മൺവെട്ടി ഉപയോഗിച്ചോ മാറ്റാൻ സാധിച്ചിരുന്നുവെങ്കിൽ അകത്തെ മണ്ണ്, അതായത് കാലിന്റെ ഭാഗത്തെ മണ്ണെന്ന് പറയുന്നത് കുറെ കൂടി മണ്ണിന് താഴ്ചയുള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഉറച്ച മണ്ണാണ്. അതുമല്ല, ആ മണ്ണ് പെട്ടെന്ന് മൺവെട്ടി കൊണ്ട് എടുത്തു മാറ്റിയാൽ ഈ മറ്റു സൈഡിലുള്ള വശങ്ങളിലുള്ള മണ്ണ് കൂടി ഇദ്ദേഹത്തിന്റെ മേത്ത് വീണ് കൂടുതൽ അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ആദ്യഘട്ടത്തിൽ അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ആദ്യഘട്ടത്തിൽ ഈ കാലിലെ മണ്ണ് മാറ്റാൻ വേണ്ടി മൺവെട്ടി കൊണ്ട് നാട്ടുകാരടക്കം ഈ മണ്ണ് മാറ്റിയപ്പോഴായിരുന്നു വീണ്ടും മണ്ണ് വീണത്. അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നിലവിൽ ഇത് ചെറിയ രീതിയിൽ കൈകൊണ്ടോ അല്ലെങ്കിൽ കമ്പി കൊണ്ടോ ഒക്കെ തന്നെ കുത്തി ഈ അരയ്ക്ക് താഴോട്ട് അല്ലെങ്കിൽ മുട്ടിന് താഴോട്ടുള്ള മണ്ണ് മാറ്റുന്നത്. അത് ആഴത്തിൽ ഉറച്ചു പോയിട്ടുണ്ട്. അത്തരത്തിൽ വലിയ ആഴത്തിലാണ്. കാരണം ഈ വീടിന്റെ സുരക്ഷിതത്തിന് വേണ്ടി മാനം വെട്ടുക അല്ലെങ്കിൽ മതിൽ കെട്ടുന്നതിന് വേണ്ടി പാറ ഉറപ്പിക്കുന്നതിനായി അത്രത്തോളം ആഴത്തിൽ വേണമായിരുന്നു ഇവിടെ മാനം വെട്ടാൻ, ഈ കുഴിയെടുക്കേണ്ട ഒരു നടപടി വേണ്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ആഴത്തിൽ കുഴിയെടുക്കുമ്പോൾ തന്നെ പാറ ഉണ്ടായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ പാറ മാറ്റിയതാണ് ഏറ്റവും വലിയ വിഷയമായത്. കാരണം ഈ ഒരു മണ്ണിനെ പിടിച്ചു നിർത്തിയത് സ്വാഭാവികമായി ഇവിടെ ഉണ്ടായിരുന്ന പാറയാണ്. ഇവിടെ ആരും പാറ വെച്ചതോ അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്തതോ അല്ല, അത് ഭൂമിയിൽ തന്നെ ഉണ്ടായിരുന്ന പാറയാണ്. ആ പാറ പക്ഷേ അത് അസ്വാഭാവികമായി അതിനെ മാറ്റുന്നു. അതിൻ്റെ ഒരു നാച്ചുറൽ രീതിയിൽ നിന്നും ആ പാറയെ മാറ്റിയതാണ് ഇത്രത്തോളം മണ്ണ് താഴേക്ക് വരാൻ സാധ്യത. അതുപോലെ തന്നെ ദിവസങ്ങളായി തന്നെ മഴ പെയ്ത് കുതിർന്നു നിൽക്കുന്ന മണ്ണാണ്. ആ മണ്ണ് ഭാരം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ മണ്ണ് മേത്തോട്ട് വീണാൽ അല്ലെങ്കിൽ ഇങ്ങനെ ഇത്രത്തോളം മണ്ണ് വീണാൽ അത് മാറ്റാൻ വളരെ ദുഷ്കരമാണ്. ഒപ്പം തന്നെ അത് JCB കൊണ്ടോ മൺവെട്ടി കൊണ്ടോ മാറ്റാൻ സാധിക്കില്ല. മറ്റു വശങ്ങളിലുള്ള മണ്ണ് ഇടിഞ്ഞു വീഴും. ഒപ്പം തന്നെ ഈ മണ്ണ് മാറ്റുമ്പോൾ മറ്റപകടം ഉണ്ടാകാതിരിക്കാനുള്ള സാധ്യത കൂടി നോക്കണം. ഒപ്പം തന്നെ ഈ നാട്ടുകാരടക്കം ഒരുപാട് ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. മനുഷ്യന് വലിയ കുഴിയല്ലേ ഇത് ഒരു മാനം എന്താണ്, ഏത് ഭിത്തിയാണെങ്കിലും ഇത്ര ആഴത്തിൽ കുഴിക്കാറുണ്ടോ മനീഷ്? സാധാരണ ഇത്ര ആഴത്തിൽ കുഴിക്കുക ഒരു വലിയ കിടങ്ങ് പോലെ തോന്നിക്കുന്നില്ല. ഭാഗം സുശാന്തിനെ പുറത്തെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി അരയ്ക്ക് താഴോട്ട്, മുട്ടിന് താഴോട്ടുള്ള ഭാഗം മാത്രമാണ് പുറത്തെടുക്കാനുള്ളത്. എങ്കിൽ പോലും ഇവിടെ നിർണായകമാണ്. കാരണം നിൽക്കുന്ന ഭാഗത്തെ വശങ്ങളിൽ മണ്ണുണ്ട്. അത് ഇനി മുഖത്തോട്ടോ അല്ലെങ്കിൽ ദേഹത്തോട്ടോ വീഴാതെ കൂടി നോക്കേണ്ടതുണ്ട്. ഹാഷ്മി, ഒരു കാലാണ് മനുഷ്യന് പുറത്തിറക്കാനുള്ളത്. എനിക്ക് തോന്നുന്നു സുശാന്ത് ആരോഗ്യപരമായി വീക്കാണിപ്പോൾ. അതുകൊണ്ടാണ് സുശാന്തിന് സ്വന്തമായി എന്തെങ്കിലും ഒരു മൂവ് നടത്താൻ കഴിയാതെ പോകുന്നതായിരിക്കും അല്ലേ മനീഷ്? ശാരീരികമായിട്ട് പോലും ആയിരിക്കില്ല, ശാരീരികമായും മാനസികമായും പോലും സുശാന്ത് വളരെ ക്ഷീണിതനാണ്. കാരണം ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുമെന്ന് ആരും സുശാന്തോ അല്ലെങ്കിൽ കൂടെ പണിയെടുത്ത ആരും നനച്ചിരുന്നതല്ല. അത്തരത്തിലൊരു അപകട മേഖലയോ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുമെന്നൊരു മുൻ ധാരണയോ മുൻ വിധിയോ ഒന്നും ഇല്ല. അത്തരത്തിൽ അപകട മേഖല കൂടിയല്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്നുണ്ടായ അപകടം, തൻ്റെ മേത്തേക്ക് മണ്ണ് വന്ന് വീഴുന്നു, അങ്ങനെ വലിയ അപകടം ഉണ്ടാകുന്നു. ജീവൻ പോലും ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് രക്ഷപ്പെടുന്നു എന്ന് സുശാന്തിന് മാനസികമായി കൂടി വളരെ ക്ഷീണിതനാണ്.
സാറേ ഒരു കൈ കൂടെ എടുക്കട്ടെ, ഒരു കൈ കൂടെ എടുക്കട്ടെ. വെള്ളയിടാം. എളുപ്പമാകും, സുഗമമാകും എന്നുള്ളൊരു കണ്ടെത്തലാണ്. അതുകൊണ്ടാണ് അതിന്റെ മുൻഭാഗത്തുള്ള അതീവ ദുഷ്കരമായ ഒരു രക്ഷാപ്രവർത്തനമാണ് അവിടെ ഇപ്പോൾ പുരോഗമിക്കുന്നത്. കാരണം മണ്ണിടിഞ്ഞു വീഴാനുള്ള സാധ്യതയുള്ള മേഖലയാണ്. അതുകൊണ്ട് തന്നെ പരമാവധി ശ്രദ്ധയെടുത്താണ് രക്ഷാപ്രവർത്തനം ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതുകൊണ്ടാണ് JCB അടക്കമുള്ള കാര്യങ്ങൾ ആദ്യം കാര്യക്ഷമമായി ഉപയോഗിക്കാൻ കഴിയാതെ പോയത്. അതീവ ശ്രദ്ധയോടെ എന്ന് പറയുന്നുണ്ട് രക്ഷാപ്രവർത്തനം ചെയ്യുമ്പോഴൊക്കെ. ഇനി ഒരു കാല് കൂടി പുറത്തെടുക്കാനുള്ളൂ. നേരത്തെ മനീഷ് പറഞ്ഞതുപോലെ ശാരീരികമായ അവശനാണ് സുശാന്ത്. മാനസികമായും സ്വാഭാവികമായും തളർന്നിരിക്കുന്നുണ്ടാകും സുശാന്ത്. അതുകൊണ്ട് തന്നെ സുശാന്തിന് സ്വന്തമായി ഒരു മൂവ് നടത്താനുള്ള ആരോഗ്യം തൽക്കാലമില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരു കാല് പുറത്തെടുക്കുന്നത്. താഴെ വരെ രക്ഷാപ്രവർത്തകർ പോയി മണ്ണ് മാറ്റിയാണ് ആ ഒരു കാല് പുറത്തെടുത്ത് മറ്റേ കാല് കൂടി എടുത്തുകൊണ്ട് സുശാന്തിനെ മൊത്തമായി കുഴിയിൽ നിന്ന് പുറത്തേക്ക് എടുക്കുക എന്നുള്ളതാണ് അവരുടെ തീവ്ര ശ്രമം. അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മനീഷ് മഹിബാൽ തുടരുന്നു. മനീഷ്, എന്താണ് ഇനിയും മണ്ണിടിയാനുള്ളൊരു ഒരു വെല്ലുവിളി അവിടെ നിലനിൽക്കെ വളരെ പെട്ടെന്ന് രക്ഷാപ്രവർത്തനം പൂർത്തീകരിക്കുക എന്നതാവില്ലേ ശ്രമം? ഹാഷ്മി, ഈ ആദ്യം തന്നെ ഈ JCB ഉപയോഗിച്ച് എന്തുകൊണ്ട് മണ്ണ് മാറ്റി എടുത്തുകൂടാ എന്ന് ഇവിടെ വരുന്നവരെ തന്നെയുള്ള ആളുകൾ ചോദിച്ചിരുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ മുകളിൽ നിന്നും വീണ്ടും മണ്ണ് വീഴാനുള്ള ഒരു സാഹചര്യമാണ്, ഒരു സാധ്യതയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും വേണമെങ്കിൽ JCB ഉപയോഗിച്ചുകൊണ്ട് ഈ കാലിൻ്റെ മുകളിലുള്ള ഭാഗത്തെ മണ്ണ് വേണമെങ്കിൽ മാറ്റാം. പക്ഷേ അത്തരത്തിൽ മണ്ണ് മാറ്റിയാൽ ഈ വശങ്ങളിലുള്ള മണ്ണ് വീഴും എന്നത് നേരത്തെ തന്നെ അനുഭവമുണ്ട്. കാരണം ആദ്യം അരയ്ക്ക് താഴെ മണ്ണ് വീണ ഘട്ടത്തിലാണ് അത്തരത്തിൽ മണ്ണ് വെട്ടിക്കൊണ്ട് മണ്ണെടുത്തപ്പോഴാണ് വീണ്ടും മണ്ണ് വീണത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു അപകടം ഇനിയും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് വളരെ സാവകാശത്തിൽ കമ്പി കൊണ്ട് കുത്തി വളരെ വളരെ സാവധാനം തന്നെ ഈ മണ്ണ് മാറ്റാനുള്ള നീക്കം നടത്തുന്നത്. അത്തരത്തിലെടുത്താൽ അങ്ങനെ ചെയ്താൽ മാത്രമായിരിക്കും സുശാന്തിനെ പൂർണ്ണമായും വലിയ പരിക്കുകളില്ലാതെ പുറത്തെടുക്കാൻ സാധിക്കുക. എന്താണെങ്കിലും ഈ ആദ്യത്തെ കാൽ പുറത്തു വന്നു. രണ്ടാമത്തെ കാലാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. കമ്പി കൊണ്ട് കുത്തിയാണ് ഈ മണ്ണ് മാറ്റുന്നത്. മണ്ണ് മാറ്റിയ ശേഷമായിരിക്കും ഇനി കാല് പൂർണ്ണമായും പുറത്തേക്ക് എടുക്കുക. ഒപ്പം തന്നെ മണ്ണ് മേത്തോട്ട് വീഴാതിരിക്കാൻ കൂടി അതീവ ശ്രദ്ധ പുലർത്തേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. ഒരു കാലാണ് ഇനി മണ്ണിന് പുറത്തേക്ക് വരാനുള്ളത്. ഒരു കാൽ മണ്ണിന് ഒരു കാൽ പിന്നിലേക്ക് ഇരിക്കുകയാണെന്നാണ് തോന്നുന്നത്. രണ്ടാമത്തെ കാൽ മണ്ണ് മുകളിൽ മുതൽ താഴെ വരെ ഇത്തരം കമ്പി കൊണ്ടും കൈകൊണ്ടൊക്കെ മാറ്റി അത്രത്തോളം ശ്രമകരമായാണ് എടുത്തത്. അതേ സ്ട്രാറ്റജി തന്നെ മറ്റേ കാലിൻ്റെ കാര്യത്തിലും എടുക്കുന്നു. രക്ഷാപ്രവർത്തനം അങ്ങനെ എടുക്കാൻ കഴിയുകയുള്ളൂ. കാര്യം അത്രത്തോളം ഉറച്ച രീതിയിൽ മണ്ണ് കിടക്കുന്നു. ഏതെങ്കിലും ഇതിൽ കാല് കുതറി ഊരിയെടുക്കുക എന്നതിനൊക്കെയുള്ള ആരോഗ്യം സുശാന്തിന് തൽക്കാലം ഉണ്ട് എന്ന് കരുതുന്നില്ല. ദീർഘസമയമായി സുശാന്ത് മണ്ണിന് തല മാത്രമായിരുന്നു നേരത്തെ പുറത്ത് കാണാൻ കഴിയുന്നെങ്കിൽ ഇപ്പോൾ ഒരു കാല് മാത്രം മണ്ണിന് ഒരു കാലൊഴികെ ബാക്കിയെല്ലാം മണ്ണ് പുറത്തേക്ക് വന്നു എന്നുള്ളത് എന്തായാലും ആശ്വാസകരമാണ്. അല്പസമയത്തിനകം തന്നെ സുശാന്തിനെ പുറത്തേക്കെടുക്കാം എന്നാണ് കരുതുന്നത്. ഇത് വീടിൻ്റെ താഴത്തെ ഒരു മതിൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മാനം കുഴിക്കുമ്പോഴാണ് ഈ വലിയ അപകടമുണ്ടായത്. മൊത്തം 4 പേരാണ്. 4 പേർക്ക് മുകളിലേക്കാണ് മണ്ണിടിഞ്ഞ് വീണതെങ്കിലും 3 പേർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞു. സുശാന്തിൻ്റെ ദേഹത്തേക്കാണ് കൂടുതലായി മണ്ണ് വീണതും ഉറച്ച മണ്ണായതുകൊണ്ട് തന്നെ പുറത്ത് കടക്കാൻ കഴിയാതെ പോയതും. വലിയ തോതിലുള്ള രക്ഷാപ്രവർത്തനം ഇപ്പോൾ അവിടെ പുരോഗമിക്കുകയാണ്. മനീഷ് മഹിബാൽ തുടരുന്നുണ്ട്. മനീഷ്, മണ്ണിടിഞ്ഞ് വീഴാതിരിക്കാൻ ആദ്യം അതിന് മുകളിൽ പലകയൊക്കെ നിരത്തുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഉള്ള സമയത്ത്
വലിയ വെല്ലുവിളികളുണ്ടെങ്കിലും കൃത്യമായി ശാസ്ത്രീയമായി തന്നെയാണ് രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോകുന്നത്, അല്ലേ മനീഷ്? ഹാഷ്മി, നിലവിൽ ഞാനൊരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് ഈ കാലിരിക്കുന്ന ഭാഗത്തെ മണ്ണ് മാറ്റുക അത് ആഴത്തിലാണ്. കാരണം കുത്തനെയുള്ളൊരു ആഴത്തിലേക്കാണ് ഈ കാലുള്ളത്. അവിടുത്തെ മണ്ണ് കുഴിച്ച് തന്നെ നമുക്ക് കൈകൊണ്ടോ അല്ലെങ്കിൽ ഈ കമ്പി കൊണ്ടോ കുത്തി അത് സാവധാനം ഓരോ പിടി മണ്ണായി മാറ്റിയെങ്കിൽ മാത്രമേ അത് പുറത്തേക്ക് എടുക്കാൻ സാധിക്കൂ. അല്ലാതെ ഏതെങ്കിലും രീതിയിൽ അത് മാറ്റിയാൽ അപകടം ഉണ്ടാകുമെന്ന്, അതുകൊണ്ടാണ് ഇത്തരത്തിൽ കമ്പി കൊണ്ട് കുത്തിയെടുക്കുന്നത്. പൂർണ്ണമായും അപകട സാധ്യത ഇനിയും തള്ളിക്കളയാൻ സാധിക്കില്ല. കാരണം മുകളിൽ മണ്ണിടിയാനുള്ള സാധ്യത ഉണ്ട്. നമുക്ക് കാണാം മുകളിലത്തെ മണ്ണിൻ്റെ പല ഭാഗങ്ങളും വിണ്ടുകീറി നിൽപ്പുണ്ട്. അവിടെ പാറയുള്ള പ്രദേശത്തെ മണ്ണ് ആണ് നിലവിൽ താഴേക്ക് വരാത്തത്. പാറ മാറ്റിയ പ്രദേശത്തെ മണ്ണാണ് നിലവിൽ താഴേക്ക് വന്ന് പതിക്കുന്നതും ഇവരുടെ മേത്തേക്ക് വീണതും. നിലവിൽ ഈ രണ്ടാമത്തെ കാൽ, അതായത് വലത്തെ കാലാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലത്തെ കാൽ പുറത്തേക്ക് എടുക്കാൻ ആണ് മണ്ണ് ഒരു ഉദ്യോഗസ്ഥന് അതിൻ്റെ തൊട്ടടുത്തുള്ള കാലിന് തൊട്ടടുത്തുള്ള ഭാഗത്തെ മണ്ണ് നീക്കം ചെയ്തത്. അല്ലാതെ മൊത്തത്തിൽ അവിടെ വലിയൊരു കുഴിയെടുത്തോ അല്ലെങ്കിൽ ആ ഭാഗത്തെ മുഴുവൻ മണ്ണെടുത്തോ അത് എടുക്കാൻ സാധിക്കില്ല. അതിന് മുൻപായി തന്നെ കാലിൻ്റെ താഴെ ഭാഗത്തെ മണ്ണ് മാറ്റി അവിടെ മണ്ണ് താഴേക്ക് ഇടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് മണ്ണ് മാറ്റിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ കുഴിച്ചുള്ള മണ്ണ് മാറ്റുന്നു. ഒപ്പം തന്നെ നിൽക്കുന്നത് കൈകൊണ്ട് ഈ സുശാന്ത് മേളിലേക്ക് ഉയരാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട്, അതായത് കാലിലെ മണ്ണ് മാറ്റുമ്പോൾ സാവധാനം കാലൊന്ന് ഉയർത്താനുള്ള ശ്രമം നടത്തണമെന്ന് പറയുന്നുണ്ട്. ഒപ്പം അതുകൊണ്ട് തന്നെ വലത്തെ കൈ ഉപയോഗിച്ച് മണ്ണിൽ കുത്തി ഈ കാല് മുകളിലോട്ട് ഉയർത്താൻ സുശാന്ത് ശ്രമിക്കുന്നുണ്ട്. അതെനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കാലിൻ്റെ അവിടെയുള്ള ഭാഗത്തെ മണ്ണ് ഏകദേശം മാറി തുടങ്ങിയിട്ടുണ്ട്. അത് കാലിന് അനക്കം വന്ന് കാല് മുകളിലേക്ക് ഉയർത്താൻ ഏകദേശം സുശാന്തിന് സാധിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൈ ഉയർത്തി കൈ കൊണ്ട് മണ്ണിൽ ഒരു ബലം കൊടുത്ത ശേഷം വലത്തെ കാൽ ഉയർത്താനുള്ള നീക്കം നടത്തുന്നു. ഏതാനും നേരത്തിനുള്ളിൽ തന്നെ സുശാന്തിനെ പൂർണ്ണമായി പുറത്തേക്കെടുക്കാൻ സാധിക്കുമെന്ന് പറയുന്നു. ഒപ്പം തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിനിടയിൽ ആളുകൾ മണ്ണിടിയുന്ന ഭാഗത്തേക്ക് എത്തുന്നതും പോലീസിന് അല്ലെങ്കിൽ ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടാകുന്നുണ്ട്. അത്തരത്തിലുള്ള ആളുകളെ ഇവിടെ നിന്ന് മാറ്റുന്നുണ്ട്. നിലവിൽ മണ്ണിടിഞ്ഞ ഒരു പ്രദേശമായി ഈ സുശാന്തിന് ഒരു ഹെൽമെറ്റ് കൊടുക്കൽ ആലോചിക്കാത്ത എന്തുകൊണ്ടാകാം മനീഷ്? കാര്യം മണ്ണിടിയുന്നു, ദാ മുകളിലൊരു സൈഡിൽ പാറയൊക്കെ ഇരിക്കുന്നു, ഉണ്ടാവാതിരിക്കട്ടെ. കാരണം സുശാന്തിന്റെ തലയ്ക്ക് മുകളിൽ മണ്ണ് വീണാലും പ്രശ്നമുണ്ടാകാത്ത തരത്തിലാണ് അവിടെ ബെഞ്ച് നേരത്തെ നമ്മൾ അടുക്കി വെച്ചതായി നമ്മൾ നേരത്തെ തന്നെ അക്കാര്യം പറഞ്ഞിരുന്നു. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ തൊപ്പി വെക്കാതെ. എന്താണെങ്കിലും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, സുശാന്തിനെ പൂർണ്ണമായും മുകളിലേക്ക് ഉയർത്തുന്ന ദൃശ്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. രണ്ടാമത്തെ കാലം പുറത്തേക്കെടുക്കാൻ സാധിക്കുന്നുണ്ട്. സുശാന്ത് പൂർണ്ണമായും മണ്ണിൽ നിന്നും പുറത്തേക്ക് വരുന്നു. മണ്ണിനടിയിൽ ഇത്രയും നേരം 1 മണിക്കൂർ അധികം നേരമായി മണ്ണിനടിയിൽ തല മാത്രം പുറത്തു നിന്ന് ഉടൽ മുഴുവൻ മണ്ണിനടിയിൽ ജീവൻ പോലും അപകടത്തിലാകുമോ എന്നുള്ള വലിയ ആശങ്കയിൽ കഴിഞ്ഞിരുന്ന സുശാന്തിനെ അല്പസമയത്തിനകം തന്നെ പുറത്ത് എടുക്കാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ പോലീസുകാർക്കും ഒപ്പം തന്നെ ഫയർഫോഴ്സിനും ഒക്കെ തന്നെ സാധിച്ചിട്ടുണ്ട്. ആദ്യം മുതൽ തന്നെ നടത്തിയിട്ടുള്ള വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം മണ്ണിടിഞ്ഞ് വീഴാതിരിക്കാനുള്ള പ്രതിരോധ രീതികൾ ആദ്യം അവലംബിച്ചു. അതുകൊണ്ട് തന്നെ വീണ്ടും മൂന്നാമതും മണ്ണിടിഞ്ഞ് വീഴാതിരിക്കാനുള്ളൊരു സാധ്യതയെ മനീഷ് ഒന്ന് മുക്കാൽ ഭാഗവും മണ്ണിന് പുറത്താണ്. ഒന്ന് കെട്ടിപ്പിടിച്ച് എടുക്കാമെന്ന ശ്രമം വിജയിക്കാത്തത് അത്രയും, അപ്പോൾ കാലിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ മണ്ണിനുള്ളിലുള്ളൂ എങ്കിൽ അത്രയും ഉറച്ചു കിടപ്പാണ് മണ്ണ് എന്നല്ലേ അതിനർത്ഥം മനീഷ്? നിലവിൽ സുശാന്തിനെ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. സുശാന്ത് ഇടത്തെ കാലിൻ്റെ മുട്ട് കുത്തിയാണ് ഇവിടെ ഇരിക്കുന്നത്. മുട്ടുകുത്തിയല്ല, മുട്ട് മടക്കിയാണ് സുശാന്ത് അവിടെ ഇരിക്കുന്നത്. വലത്തെ കാല് കൂടിയാണ് പുറത്തേക്ക് എടുക്കാനുള്ളത്. ഈ ഇടത്തെ കാല് മുഴുവനായി പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. വലത്തെ കാലിന് ഇളക്കം തട്ടിയിട്ടുണ്ട്. പക്ഷേ അത് പൂർണ്ണമായും വലത്തെ കാല് എടുക്കുമ്പോൾ മണ്ണിടിയുമോ എന്നുള്ളൊരു സംശയമുണ്ട്. നിലവിൽ നമ്മളോട് പോലും ഈ ക്യാമറയും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ മാറി നിൽക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ദൃശ്യങ്ങളൊക്കെ തന്നെ ഇടയ്ക്ക് നമുക്ക് വ്യക്തമായി കാണിക്കാൻ സാധിക്കാത്തത്. ഈ രക്ഷാപ്രവർത്തനത്തിൽ പോലും ചിലപ്പോൾ അത്തരത്തിൽ ഈ ഒരു പ്രയാസം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ മാറി നിന്നു കഴിഞ്ഞു. എന്താണെങ്കിലും മണ്ണ് മാറ്റുന്നു. ഈ അവസാനഘട്ട നീക്കമാണ്. സുശാന്തിനെ പുറത്തെടുക്കാൻ JCB ഉപയോഗിച്ചുകൊണ്ടാണ് ഇടത്തെ കാലിൻ്റെ താഴത്തെ ഭാഗത്തെ മണ്ണ് മാറ്റുന്നത്. നിലവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു, ഇടത്തെ കാൽ ഉൾപ്പെടെ കാണാൻ സാധിക്കുന്നുണ്ട്. വലത്തെ കാലാണ് കുഴിയിൽ ഉള്ളത്. വലത്തെ കാല് മുകളിലോട്ട് ഉയർത്തിയാൽ സുശാന്തിന് അനായാസം ഇനി പുറത്തേക്ക് വരാം. അതിനു വേണ്ടിയിട്ടാണ്
ഭാഗമാണ് ഈ ഇടത്തെ കാലിൻ്റെ താഴെയുള്ള ഭാഗത്തെ മണ്ണ് പൂർണ്ണമായും JCB ഉപയോഗിച്ചുകൊണ്ട് മാറ്റുകയാണ്. അതിന് യാതൊരു വിധത്തിലുമുള്ള രക്ഷാപ്രവർത്തനത്തെ ബാധിക്കാത്ത തരത്തിൽ മാധ്യമപ്രവർത്തകർ എല്ലാവരും ആ ഭാഗത്തു നിന്നും മാറി നിന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരു വിധത്തിലും മാധ്യമപ്രവർത്തന ഈ രീതിയിൽ പ്രയാസം ഉണ്ടാകാത്ത തരത്തിൽ എല്ലാവരും മാറി നിന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ JCB ഉപയോഗിച്ചുകൊണ്ട് ഇത് മാറ്റി ഇനി പൂർണ്ണമായും അല്പനിമിഷങ്ങൾക്കുള്ളിൽ തന്നെ സുശാന്തിനെ പുറത്തെടുക്കാൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഹാഷ്മി, കാലിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമേ ഉള്ളൂ മണ്ണിനടിയിൽ. അതായത് എനിക്ക് തോന്നുന്നു വലത്തെ കാലിൻ്റെ കുറച്ച് ഭാഗം മാത്രമാണ് മണ്ണിനടിയിലുള്ളത്. എന്നിട്ട് പോലും ഒരു ഫയർഫോഴ്സ് സേനാംഗം കെട്ടിപ്പിടിച്ചെടുത്ത് ഊരിയെടുക്കാൻ കഴിയുമോ എന്നൊരു ശ്രമം നടത്തി. അത് പറ്റുന്നില്ല. ആ കാലിൻ്റെ ബാക്കി ഭാഗത്തെ മണ്ണ് കൂടി ഇപ്പുറത്തെ കാലിലെ മണ്ണ് എങ്ങനെയാണോ നീക്കിയത് അങ്ങനെ നീക്കിയാൽ മാത്രമേ പുറത്തെടുക്കാൻ കഴിയൂ എന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. ഈ പറയുന്ന പോലെ കഴിഞ്ഞ കുറച്ച് സമയമായി സുശാന്ത് മണ്ണിനടിയിൽ തന്നെയാണ്. വലിയ തോതിൽ ക്ഷീണിതനാണ്. അതുകൊണ്ട് തന്നെ സ്വന്തമായി ബലം എടുത്ത് കാല് വലിച്ചൂരിയെടുക്കുക എന്നതൊക്കെ തൽക്കാലം നടക്കാത്തൊരു സാഹചര്യമുണ്ട്. അങ്ങേയറ്റം ശ്രമകരമായ രീതിയിൽ ദുഷ്കരമായ രീതിയിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. വലിയ ആഴത്തിലുള്ള കുഴിയാണ്. ഇത് വാനം വെട്ടൽ ആയിരുന്നു, ഒരു മതിൽ നിർമ്മാണത്തിലുള്ള വാനം വെട്ടലായിരുന്നു. അതിനിടയിലാണ് മണ്ണ് ഇടിഞ്ഞു വീണത്. മണ്ണ് ഒരു തലയും ഒരു കൈ മാത്രമാണ് ആദ്യം പുറത്തുണ്ടായത്. ആ തലയിലേക്ക് മണ്ണ് വീഴാതിരിക്കാൻ തുടക്കത്തിൽ തന്നെ കുഴിയുടെ മുകളിൽ ഈ പറഞ്ഞ കിടങ്ങിൻ്റെ മുകളിൽ പലകയൊക്കെ വിരിച്ച് കൂടുതൽ മണ്ണ് വീഴാതിരിക്കാനുള്ള ശ്രമങ്ങൾ ആദ്യമേ ചെയ്തിരുന്നു. അതിനുശേഷമാണ് തലയും ഒരു കൈയും ഒരു തലയും മാത്രമുണ്ടായിരുന്ന ദൃശ്യമായിരുന്ന അവസ്ഥയിൽ ഇപ്പോൾ വലത്തേക്കാൽ മാത്രമാണ് മണ്ണിനടിയിലുള്ളത്. അതും കൂടി അല്പസമയത്തിന് എടുക്കാൻ കഴിയുമെന്നുള്ള തീവ്ര ശ്രമത്തിൽ തന്നെ ആളുകൾ ചുറ്റും കൂടി നിൽക്കരുത് എന്ന് അഭ്യർത്ഥിക്കുന്നുണ്ട് ഫയർഫോഴ്സ് സേനാംഗങ്ങൾ. കാര്യം മണ്ണ് ഇളകിക്കിടക്കുന്ന മേഖലയാണ്. കൂടുതൽ മണ്ണ് ഇടിഞ്ഞ് അകത്തേക്ക് വീഴാൻ ഉള്ള സാധ്യത ഫയർഫോഴ്സ് കാണുന്നു. എന്തായാലും JCB അടക്കം ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം സജീവമായി പുരോഗമിക്കുന്നത്. മനീഷ് മൈവാൽ ചേർന്നു. മനീഷ്, വളരെ പെട്ടെന്ന് തന്നെ സുശാന്തിനെ പുറത്തേക്കെടുക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം. ഈ മേഖലയിൽ മഴ പെയ്ത് കിടക്കുന്ന ഒരു സ്ഥലത്ത് ഇത്രത്തോളം ആഴത്തിൽ ഒരു വാനം കുഴിക്കൽ കിടങ്ങ് കുഴിക്കലൊക്കെ എങ്ങനെയുണ്ടായി എന്നുള്ള പരിശോധനയൊക്കെ തുടർന്നുണ്ടാവണം. മനീഷ്, ഹാഷ്മി, മറ്റൊരു വിവരം കൂടി ലഭിച്ചിട്ടുണ്ട്. അതായത് ഈ സുശാന്തിന് കാല് മുകളിലോട്ട് ഉയർത്താൻ നടുവിന് ചില പ്രയാസങ്ങളുണ്ട്. കാരണം ഈ മണ്ണ് വീണ ഘട്ടത്തിൽ നടുവിന് ചെറിയ രീതിയിൽ വേദനയുണ്ട് എന്ന് നേരത്തെ തന്നെ സുശാന്ത് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ വലത്തെ കാൽ ഉയർത്തണമെങ്കിൽ നടുവിന് വലിയ രീതിയിൽ ബലം കൊടുത്ത് വേണം പുറത്തേക്ക് ആ കാലെടുക്കാൻ. അതുകൊണ്ടാണ് വലത്തെ കൈ ഉപയോഗിച്ചും അത് മണ്ണിൽ വെച്ചുകൊണ്ട് ഇത് പുറത്തേക്ക് വലത്തെ കാൽ എടുക്കാൻ ശ്രമിച്ചിരുന്നെങ്കിലും നടുവിന് വേദനയുണ്ടെന്ന് പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. അതുകൊണ്ട് തന്നെ സുശാന്തിന്റെ പൂർണ്ണമായ ബലത്തോടുകൂടി ആ കാല് പുറത്തേക്ക് എടുക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഈ ഇടിഞ്ഞ മേഖലയിൽ വളരെ വീതി കുറഞ്ഞ ഈ മണ്ണിനടി വിടവിന്റെ ഭാഗത്തെ മണ്ണ് മാറ്റുക എന്നുള്ള ദുഷ്കരമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് ഈ ഉദ്യോഗസ്ഥർ കടക്കുന്നത്. ഒപ്പം തന്നെ ഇതിന്റെ ഒരു രക്ഷാപ്രവർത്തനത്തിൽ ഇത്ര കാലതാമസം ഉണ്ടാകാനുള്ള ഒരു കാരണം ഈ മണ്ണിടിഞ്ഞ് വീഴാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങളൊക്കെ തന്നെ സ്വീകരിച്ചുകൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനം ആയതുകൊണ്ടാണ് ഇത് ഇത്രത്തോളം കാലതാമസം എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്ര സമയമെടുത്താലും ഒരു ജീവൻ രക്ഷിക്കുക എന്നത് തന്നെയാണ് മുന്നിൽ കണ്ടുകൊണ്ടുണ്ട്. വളരെ സാവധാനമാണ് നിലവിൽ മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. 2 ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണ് ഈ JCBക്ക് മുൻപിൽ നിന്ന് ഈ നിലവിൽ ഈ മണ്ണ് വീണ്ടും മാറ്റുകയും സുശാന്തിനെ ഉയർത്താൻ കൂടി, അതായത് ഒരു സമയത്ത് മണ്ണ് മാറ്റുകയും മറ്റൊരു ഘട്ടത്തിൽ സുശാന്തിന്റെ കൂടി ഒരു പ്രയത്നമില്ലാതെ ഈ കാല് മുഴുവനായി പുറത്തേക്ക് എടുക്കാൻ സാധിക്കില്ല. കാരണം ഈ മണ്ണ് മുഴുവനായി മാറ്റണമെങ്കിൽ ആ ഭാഗത്തെ മറ്റ് വശങ്ങളിലെ മണ്ണ് കൂടി മാറ്റേണ്ടി വരേണ്ടതായിട്ടാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ സുശാന്തിന്റെ കാല് ഉയർത്തണമെങ്കിൽ സുശാന്ത് കൂടി പ്രയത്നിക്കണം. അതുകൊണ്ട് തന്നെ മറ്റൊരു 2 പോലീസ് ഉദ്യോഗസ്ഥരിൽ ആദ്യം നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ സുശാന്തിന്റെ ദേഹത്ത് ഒരു ബലം ഉപയോഗിച്ചുകൊണ്ട് ആ കാല് പുറത്തേക്ക് വരാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ അതിനിടയിലാണ് ഇത്തരത്തിൽ ഈ മണ്ണ് മാറ്റിക്കൊണ്ടുള്ള പ്രവർത്തനം കൂടി നടത്തുന്നത്. എന്താണെങ്കിൽ ഏറെ നേരമായി വളരെ ശ്രമകരമായിട്ടുള്ള രക്ഷാപ്രവർത്തനം കോട്ടയത്ത് മറിയപ്പള്ളിയിൽ തുടരുകയാണ്. 4 തൊഴിലാളികളാണ് മണ്ണിടിഞ്ഞ് വീണ് ഈ മണ്ണിനടിയിലായത്. ഒരു വീടിന്റെ മതിൽ കെട്ടാനുള്ള വളരെ ആഴത്തിൽ മാനം വെട്ടുന്നതിനിടെയാണ് ഇവർക്ക് അപകടമുണ്ടാവുകയും ഈ മണ്ണിടിഞ്ഞ് വീണതും. 2 ഘട്ടങ്ങളിൽ മണ്ണിടിഞ്ഞ് വീണു. ആദ്യം അരയ്ക്ക് താഴെ മണ്ണ് വീണെങ്കിൽ അപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുമ്പോഴായിരുന്നു വീണ്ടും രണ്ടാമത് മണ്ണിടിഞ്ഞ് വീണ് ഉടൽ മുഴുവൻ, അതായത് തലയും വലത്തെ കൈയും ഒഴിച്ച് മുഴുവൻ ഭാഗവും മണ്ണിനടിയിൽ അകപ്പെട്ടത്. സുശാന്തിനെ എന്താണെങ്കിലും പുറത്തെടുക്കാനുള്ള അവസാനഘട്ട രക്ഷാപ്രവർത്തനങ്ങൾ കോട്ടയത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കോട്ടയത്ത് ചിങ്ങവനം പോലീസും ഒപ്പം തന്നെ ഫയർഫോഴ്സുമാണ് ഈ ശ്രമകരമായിട്ടുള്ള ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ നാട്ടുകാരുടെയും വലിയ രീതിയിലുള്ള സഹായം കോട്ടയം മറിയപ്പള്ളിയിലാണ് ഈ സംഭവം ഇപ്പോൾ നടക്കുന്നത്. തീവ്ര ശ്രമം, ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയായ സുശാന്ത് എന്ന് പറഞ്ഞ് 24-കാരനെ രക്ഷപ്പെടുത്താൻ കൈമയും മറന്നുള്ള തീവ്ര ശ്രമമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വീടിൻ്റെ മതിൽ നിർമ്മാണത്തിനിടയിലാണ് ഇത്തരത്തിൽ മണ്ണിടിഞ്ഞ് സുശാന്ത് മണ്ണിനടിയിൽ പെട്ടുപോയത്.
നമ്മൾ എന്താണ് ഒരു അരമണിക്കൂർ മുൻപൊക്കെ ഒരു തലയോ അരമണിക്കൂർ ആയിട്ടില്ല, ഒരു തലയും ഒരു കൈയും മാത്രമായിരുന്നു പുറത്തുണ്ടായിരുന്നത്. ഇപ്പോൾ അതിൽ നിന്ന് ഭിന്നമായി ഒരു വലങ്കാല് മാത്രം മണ്ണിനടിയിലാണ്. പക്ഷേ വലങ്കാല് ഒരു കാലേ ഉള്ളുവെങ്കിൽ കൂടിയും ആ കാല് തനിയെ വലിച്ചൂരെടുക്കാൻ കഴിയുന്നില്ല സുശാന്തിന്. അതിന് കാരണമായി നടുവേദന ഉണ്ട് എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. അത്ര വലിയ മണ്ണ്, ഭാരത്തിലുള്ള മണ്ണ് ദേഹത്തേക്ക് വീണതാണ് നടുവേദന, ചെറിയ പരിക്കുകളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് നടുവിന് വേദന ഉള്ളതുകൊണ്ട് തനിയെ സ്ട്രെയിൻ എടുക്കാൻ പറ്റുന്നില്ല ആ കാൽ ഊരിയെടുക്കാൻ സുശാന്തിന്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ കൂടി ചേർന്ന് രക്ഷിച്ച് ആ കാൽ ഊരിയെടുക്കാൻ ഉള്ള ശ്രമം നടക്കുന്നു. കാര്യം ഇടത്തെ കാലിൻ്റെ അവിടുത്തെ മണ്ണ് മാറ്റിയതുപോലെ അത്ര എളുപ്പമാവില്ല. അപ്പുറത്തെ കാര്യം അപ്പുറത്ത് മുഴുവൻ മണ്ണാണ്, അങ്ങോട്ടേക്ക് പോകാൻ കഴിയുന്നില്ല ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക്. അതുകൊണ്ട് തന്നെ അപ്പുറത്തെ കാലിലെ മണ്ണ് ആ രീതിയിൽ മാറ്റിയെടുക്കൽ അത്ര എളുപ്പമല്ല. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ അല്ലാതെ സുശാന്തിനെ പുറത്തേക്ക് എത്തിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്, എന്നുള്ളതാണ് ഫയർഫോഴ്സ് നോക്കുന്നത്. കൂടുതൽ മണ്ണിടിയാതിരിക്കാനുള്ള എല്ലാവിധ പ്രിക്കോഷൻസും എടുക്കുന്നുണ്ട് ഫയർഫോഴ്സ് സേനാംഗങ്ങൾ. എന്തായാലും ഒരു കാര്യം ഉറപ്പായും പറയാം, തീവ്രമായ ശ്രമകരമായ ദൗത്യമാണ് കഴിഞ്ഞ കുറേ സമയമായി കോട്ടയം മറിയപ്പള്ളിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.